ആറന്മുള മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരാണ് നമ്മൾ ചേരുന്നത്. ഒട്ടും പരിചയപ്പെടുത്തേണ്ട ഒരു മണ്ഡലമല്ല, വളരെ സുപരിചിതമായ മുഖവുമാണ്. അവിടുത്തെ വിജയസാധ്യതകൾ എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയും പ്രത്യാശയുമാണ് ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും എനിക്ക് അവിടുത്തെ ജനങ്ങൾ ഒരു വിജയ തിലകം അണിയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അപരിചിതനല്ല. ഞാനൊരു വെളിയിൽ നിന്നും എന്നെ കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഞാൻ അവിടെ തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ച് ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച് ഞാൻ അവരുടെ വിഷയങ്ങളും താല്പര്യങ്ങളും പരിരക്ഷിച്ച് അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവർ കൈവിടില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആറന്മുളയെ ഈ ഭാരതത്തിൻ്റെ അഭിമാന കേന്ദ്രമാക്കി യശസ്സിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും എനിക്ക് സാധിക്കണം. ആ ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ വോട്ടായി മണ്ഡലത്തിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ശബരിമല പ്രക്ഷോഭം നടന്ന കാലയളവിലെല്ലാം ജനസമൂഹം ഒന്നാകെ ഇളകി മറിഞ്ഞ് വലിയൊരു പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ അമ്മമാരും യുവാക്കളും ഒക്കെ ഇന്നും അവിടെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ജയിലഴിക്കുള്ളിലായിരുന്നിട്ടും തകരാതെ ആ ആവേശം ഒരിക്കലും അണയാതെ ആ ഒരു ജ്വാല ഉയർത്തി അതിൻ്റെ ചൂടിന്നും നെഞ്ചിലേറ്റുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും, ക്രൈസ്തവ സമൂഹം, മുസ്ലിം സമൂഹമായിരുന്നാൽ എല്ലാവരും ആ പമ്പാനദിയുടെ തീരത്ത് സന്തോഷത്തോടും ആവേശത്തോടും അങ്ങേയറ്റത്തെ സൗഹൃദത്തോടും കൂടി കഴിയുന്ന ഒരു ദിനങ്ങളാണ് അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും ആ ഒരു ഐക്യം, ആ ഒരു സൗഹാർദ്ദം കെട്ടിപ്പടുക്കാൻ എനിക്ക് സാധിക്കും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എതിർപ്പാളയത്തിൽ വീണ ജോർജാണ്. ആയിക്കോട്ടെ, അതെന്താ ആരായിരുന്നാലും എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും വിരോധമില്ല. ഏത് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാലും ഉയർത്തിപ്പിടിക്കുന്നത് ആശയമാണ്, ആദർശമാണ്, നാടിൻ്റെ നന്മയാണ്, നാടിൻ്റെ വികസനമാണ്. അതേക്കുറിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് എന്ത് പറയാനുണ്ട്? ഈ 70 വർഷക്കാലം നമ്മുടെ കേരളം ഭരിച്ചിട്ട് മാറി ഭരിച്ചും മാറി MLA മാരുണ്ടായി. എന്തുണ്ടായി? ഒരു നേട്ടവും ആറന്മുളയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലാണ് സമ്പൂർണ്ണ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപരിചിത മുഖമായിട്ടുള്ള കുമ്മനം രാജശേഖരനെ ആറന്മുള മണ്ഡലത്തിലേക്ക് NDA നിർത്തിയിരിക്കുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.